അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. നമ്മളിന്നിവിടെ ചിക്കൻ മക്രോണിയാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഒരു പാത്രത്തിൽ വെള്ളം ചെറുങ്ങനെ വരുമ്പോൾ മക്രോണി ഇട്ടിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കുക. നമ്മളിതിപ്പം നല്ലതുപോലെ വെന്ത് കിട്ടീനി. അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് ഇപ്പുറത്ത് പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഉണക്കമുളക് ചെറുങ്ങനെ പൊതിർത്തിയിട്ട് ചൂടുവെള്ളത്തിൽ പൊതിർത്തിയിട്ട് 2-3 വെളുത്തുള്ളി അല്ലിയും കുറച്ച് ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞിട്ട് അടിച്ചെടുക്കുന്നതാണ്. അതൊരു സ്പൈസി കിട്ടാൻ വേണ്ടിയിട്ടാണ് മക്രോണിക്ക്. അപ്പം കുറച്ചും കൂടി ടേസ്റ്റ് ആവും. ഇനി നമ്മൾ ഇതിനെ വഴറ്റാനുണ്ട്. കുറച്ച് ജെയ്ത്തെണ്ണയാണ് യൂസാക്കുന്നത്. അങ്ങനെ നമ്മൾ അതിൽ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ഫസ്റ്റ് ഇടുന്നത്. അങ്ങനെ ഇളക്കി അതിനെ കുറച്ച് ഇളക്കിയിട്ട് അത് കുറച്ചൊരു ഇതാകുമ്പോഴേക്ക് ഓണിയൻ ലീഫാണ് ചേർക്കുന്നത്. കുറച്ച് അങ്ങനെ കുറച്ച് ഓണിയൻ ലീഫ് ഇട്ടത് നല്ലോണം ഒന്ന് വഴയുമ്പോൾ നമ്മൾ ചെറുങ്ങനെ അരിഞ്ഞ പച്ചമുളക് ഒരു 4 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി വഴയുമ്പോൾ കുറച്ച് ഉള്ളി ചെറുതായിട്ട് മുറിച്ചതും കൂടി നല്ലോണം വഴറ്റുക. ഉള്ളി ഒന്ന് നല്ല കുറച്ച് ഗോൾഡൻ കളർ പോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച പേസ്റ്റ് ഇടുന്നതാണ് മുളകിൻ്റെ. അപ്പോൾ ഒരു സ്പൈസി ആയിട്ട് കിട്ടും മക്രോണിക്ക്. അതും കൂടി ചേർത്ത് നല്ലോണം വഴറ്റുക. നമ്മൾ കുറച്ച് അതിലേക്ക് ചില്ലി ഫ്ലക്സ് ചേർക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മതി. കുറച്ചും കൂടി സ്പൈസി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചേർക്കുന്നുണ്ട്. അടുത്ത് നമ്മളിനൊരു മാഗി ക്യൂബാണ് ചേർക്കുന്നത്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒന്ന് മതി. നമ്മളത്ര കൂടുതലാക്കുന്നില്ല. ഒരു 3/4 പാക്കറ്റിൽ നിന്ന് 3/4 ഭാഗം എടുത്തിട്ടുള്ളൂ. അപ്പം ഒരു മാഗി ക്യൂബൊക്കെ മതി. നമ്മൾ ക്യാപ്സിക്കം കൂടി ചേർക്കുന്നുണ്ട്. നല്ലതുപോലെ വഴറ്റുക. നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. കുറച്ച് സോയാ സോസും ചേർക്കുന്നുണ്ട്. അളവൊന്നുമില്ല, നമ്മളെ കണക്കനുസരിച്ചിട്ടാണ് ചേർക്കുന്നത്. ഒരു സ്പൂണ് പോലെ ചേർക്കുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിന് അനുസരിച്ച് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ നോക്കിയിട്ട് ചേർത്തെങ്കിൽ നല്ലത്. നമ്മൾ മക്രോണി വേവിക്കുമ്പോൾ ചിക്കൻ പൊരിക്കുമ്പോൾ എല്ലാം ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് ചേർക്കുക. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന ശേഷം നമ്മൾ വേവിച്ച മക്രോണി എടുത്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നതാണ്. നല്ലതുപോലെ വെന്തിനി മക്രോണി. വെന്തതാണ് നമുക്കിഷ്ടം നല്ലോണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കനും കൂടി ചേർക്കുന്നതാണ്. പൊരിച്ച് വെച്ച ചെറിയ പീസായിട്ട് പൊരിച്ച് വെച്ച ചിക്കനും കൂടി ചേർക്കുന്നതാണ്. അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി റെഡിയായി.
ഇൻഷാ അല്ലാഹ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇൻഷാ അല്ലാഹ്.